നമ്മുടെ മൊബൈൽ ഫോണിൽ നിരവധി ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ അവയൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ അവയെക്കൊണ്ട് നമുക്ക് വലിയ തലവേദനകളൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് നിരവധി ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ തന്നെ കമ്പനി നൽകിയിട്ടുള്ള ആപ്ലിക്കേഷൻ. അതിൽ ഭൂരിഭാഗം ആപ്ലിക്കേഷനും നമുക്ക് വേണ്ടാത്തതായിരിക്കും. അതിൽ ചിലത് മാത്രമേ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവൂ. മറ്റു ചിലത് നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ ലഭിക്കുമെന്നല്ലാതെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ട ഓപ്ഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളുടെ മെമ്മറി സ്പേസ് കളയുന്നുണ്ട്, അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ നമ്മുടെ ഡാറ്റ പോലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആവശ്യവുമില്ലാത്ത ഇത്തരം ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റാത്ത ഇത്തരം പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് വീഡിയോയിൽ കാണാം. ഇപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ ഇവിടെ ഫിറ്റ്ബിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇതിന് താഴെ ഫിൻഷെൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കാണാം. ഇതൊന്നും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതല്ല, ഇതൊക്കെ കമ്പനി തന്നിട്ടുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആപ്ലിക്കേഷനും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കില്ല. ഇപ്പോൾ ഫിറ്റ്ബിറ്റ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് വേണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഇനി ഇതിലെ ഫിൻഷെൽ എന്ന ആപ്ലിക്കേഷൻ ഞാനൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. നിങ്ങൾക്ക് കാണാം ഇത് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷനില്ല. നമുക്കറിയാം റൂട്ട് ചെയ്താൽ ഇത്തരം ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി മൊത്തം നഷ്ടപ്പെടും, വാറണ്ടിയും നഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇത്തരം ആപ്ലിക്കേഷൻ താൽക്കാലികമായിട്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതോടെ നമുക്ക് കുറച്ച് മെമ്മറി ബാക്കി കിട്ടും, അതുപോലെ നമ്മുടെ ബാറ്ററി യൂസ് ചെയ്യുന്നത് ഒഴിവായി കിട്ടും, ബാക്ക്ഗ്രൗണ്ടിൽ സദാസമയത്തും പ്രവർത്തിക്കുന്നത് ഇല്ലാതായി കിട്ടും. ഓക്കെ, അത് നമുക്കൊരു ഉപകാരപ്രദമായ ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ ഫൈൻ ഷെല്ലാണ് നമുക്ക് വേണ്ടാത്തതെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് ആപ്പ് ഇൻഫോയിലേക്ക് പോകാം. ചില ഫോണിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, അത്രയേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റോറേജ് യൂസ്ഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഓക്കെ, ചെറിയ മാറ്റങ്ങളുണ്ടാവും, ഞാനത് ആദ്യമേ അതാണ് പറഞ്ഞത്. സ്റ്റോറേജ് യൂസിലേക്ക് പോയിട്ട് നിങ്ങളിവിടെ ക്ലിയർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ മൊത്തം ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡാറ്റ യൂസേജിൽ എൻ്റെ 13 MB വെറുതെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഉപയോഗവുമില്ലാത്ത ഈ ആപ്ലിക്കേഷൻ എൻ്റെ 13 MB ഡാറ്റ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അതിൻ്റെ സ്റ്റോറേജ് ക്ലിയർ ചെയ്ത് പിന്നെ മുകളിൽ ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ വീണ്ടും കാണിക്കും, അതിലും ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് ഇല്ലാതായി കിട്ടും. പിന്നെ ചെയ്യേണ്ടത് ഡിസേബിൾ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് എല്ലാ മൊബൈൽ ഫോണിലും ഉണ്ടാവില്ല, എങ്കിലും ഉള്ളവർ ഇത് ഡിസേബിൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ലിസ്റ്റിൽ ഈ പിന്നീട് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉള്ളതായിട്ട് കാണിക്കുകയും ചെയ്യില്ല. ഇതൊരിക്കലും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുകയും ചെയ്യില്ല. നിങ്ങൾ എനേബിൾ ചെയ്യുന്നത് വരെ ഇത് നിങ്ങളുടെ ഫോണിൽ പ്രവർത്തിക്കുന്നതല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം ഫിൻഷെൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എൻ്റെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ലിസ്റ്റിലില്ല, അത് പോയിട്ടുണ്ട്. ഇനി ഞാനത് എനേബിൾ ചെയ്താൽ മാത്രമേ എൻ്റെ ഫോണിൽ ആ ഓപ്ഷൻ വരികയുള്ളൂ. അതുപോലെ തന്നെ അതിന് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാനും ഒന്നും സാധിക്കുന്നതല്ല. ഇതുപോലെ ആവശ്യമില്ലാത്ത എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി പഴയ ഫോണാണെങ്കിൽ ഈ ആപ്പ് ഇൻഫോ എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആപ്സ് എന്നുണ്ടാവും, അല്ലെങ്കിൽ ആപ്പ് മാനേജർ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഓപ്ഷൻ എടുക്കുന്നില്ല, അതിൽ ആപ്ലിക്കേഷൻ മാനേജറിൻ്റെ അകത്ത് എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെ കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതാണ് അതിൽ വേണ്ടാത്തത്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോഴ്സ് സ്റ്റോപ്പും ഡിസേബിളും സ്റ്റോറേജ് ക്ലിയർ ചെയ്യേണ്ട ഓപ്ഷനൊക്കെ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.